നമസ്കാരം, ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ അർമേനിയൻ യാത്രയുമായി ബന്ധപ്പെടുത്തിയ 4ാമത്തെ എപ്പിസോഡ്. അർമേനിയയുടെ തലസ്ഥാനമായ യെരവാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സെസർന കബേഡ് എന്ന സ്മാരകത്തിൻ്റെ അടുത്തേക്കുള്ള ആണ് ഞങ്ങളുടെ ഈ യാത്ര. 1915 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നടന്ന അർമേനിയൻ വംശഹത്യയിൽ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ഓർമ്മയ്ക്ക് നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകം. അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ സ്മാരകത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ വേണ്ടി ഇവിടുത്തെ ലോക്കൽ ഗൈഡായ വീണ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും വീണ ആ സ്മാരകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ആ സ്മാരകത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ ആ സ്മാരകത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വളരെ ശാന്തതയോടുകൂടിയ ഒരു മൂക അന്തരീക്ഷമായിരുന്നു എനിക്കവിടെ കാണാൻ സാധിച്ചത്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരെ അവരുടെ മരണത്തിനിടയാക്കിയ സംഭവവും അവരുടെ സ്മാരകത്തിനായിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്മാരകവും കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളെപ്പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് സന്ദർശകരുണ്ടായിരുന്നു. എല്ലാവരും ആ ഭാഗത്തേക്ക് പോവുകയും പോയിട്ട് വരുന്നവരെയൊക്കെ വഴികൾ കാണാനുണ്ടായിരുന്നു. ലോക്കൽ ഗൈഡിൻ്റെ വിശദീകരണത്തിലേക്ക്. So it happened in 1915. It's in Konstantopolis, which is now the modern Turkey, let's say. It started there. It started in the evening on April 23rd. Turks by the Ottoman Empire. Since I told you we were under the Ottoman Empire, Western Armenia became under the Ottoman Empire. And one of their goals was, actually they did say this, that we're going to vanish all Armenians and we're going to keep one example and we're going to put it in a museum that there were Armenian people before. Okay? Let's go see the museum and then we will come out and continue. 12 വലിയ കൽപ്പാളികളിലാണ് ആ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ദൂരെ കാണുന്നതാണ് ആ സ്മാരകം. നമ്മൾ ആ കാണുന്ന വലിയ സ്മാരകം 12 കൽപ്പാളികൾ സൂചിപ്പിക്കുന്നത് വംശഹത്യയ്ക്ക് ശേഷം അർമേനിയയ്ക്ക് നഷ്ടപ്പെട്ട 12 പ്രവിശ്യകളെയാണ് അർത്ഥമാക്കുന്നത്. ഇവ വട്ടത്തിൽ ഒരു കേന്ദ്രത്തിലേക്ക് ചരിച്ചു നിൽക്കുന്നു. ആ പാളികൾക്ക് നടുവിലായി ഭൂമിക്കടിയിലായി ഒരു നിത്യജ്വാല തെളിച്ചു വച്ചിട്ടുണ്ട്. മരിച്ചവർക്കുള്ള ആദര സൂചകമായിട്ടാണ് അവ നിൽക്കുന്നത്. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് അടുത്ത് നിന്ന് അതെല്ലാം കാണുകയും ചെയ്യാം. ലോക്കൽ ഗൈഡിന്റെ അല്പം വിശദീകരണം കൂടെ നമുക്ക് കേൾക്കാം. Let's always stick to the schedule, so we won't skip things to see. Okay, like when I say half an hour, please be there in half an hour, because every time that I'm giving you, it's counted. So please, no speaking loud, no laughing very loud. Okay, we come here, it's a peaceful place. We get sad when we come here, so respect. പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ കുറച്ച് ഇമോഷണൽ സ്ഥലമാണ്. ഒന്ന് ലോവർ വോയിസ് ചെയ്യുക, കളിച്ചിരി തമാശ ഒഴിവാക്കുക. എല്ലാ വർഷവും ഏപ്രിൽ മാസം 24-ന്, അതായത് അർമേനിയൻ വംശഹത്യ സ്മാരക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്നേ ദിവസം ലോകമെമ്പാടുമുള്ള അർമേനിയക്കാരും വിദേശ പ്രതിനിധികളും ഇവിടെ എത്തി പുഷ്പചക്രങ്ങൾ അർപ്പിക്കാറുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഇത്തരം ഒരു സ്മാരകം നിർമ്മിക്കുക എന്നതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ 1965 വംശഹത്യയുടെ 50ാം വാർഷികത്തിൽ യെരവാനിൽ, അതായത് അർമേനിയയുടെ തലസ്ഥാനത്ത് നടന്ന വൻ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് സോവിയറ്റ് അധികൃതർ ഇതിന് അനുമതി നൽകിയത്. ഞങ്ങൾ എല്ലാവരും അകത്തു കയറി. തികച്ചും മൂകമായ അന്തരീക്ഷം. ഒരു ഉറുമ്പ് പോലും അനങ്ങിയാൽ നമുക്ക് കേൾക്കത്തക്ക രീതിയിലുള്ള മൂകത. ഞാൻ അല്പം മുൻപ് വിശദീകരിച്ച ആ കെടാവിളക്കാണ് ഇത്. 24 മണിക്കൂറും 365 ദിവസം ഇതുപോലെ തന്നെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. അർമേനിയൻ ശില്പികളായ ആദർ തർഖാനിയൻ, സാഷ കലാഷിയൻ എന്നിവരാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിന് ചുറ്റും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ 12 ചരിഞ്ഞ സ്ലാബുകൾ തുർക്കിയുമായി നടന്ന യുദ്ധത്തിൽ വംശഹത്യയ്ക്ക് ശേഷം തുർക്കിയുടെ ഭാഗമായി മാറിയ 12 അർമേനിയൻ പ്രവിശ്യകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവകൾ എല്ലാം ഒരു വൃത്തത്തിനുള്ളിൽ കേന്ദ്രത്തിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നത് ഒരു വലിയ മുറിവിനെ അല്ലെങ്കിൽ വിലാപത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അണയാത്ത കനൽ ജ്വലിക്കുന്നത്
കൊല്ലപ്പെട്ട 1.5 ദശലക്ഷം ആളുകളുടെ ആത്മാക്കളുടെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇവിടെ എപ്പോഴും വിഷാദഭരിതമായ അർമേനിയൻ സംഗീതം പശ്ചാത്തലത്തിൽ നമുക്ക് കേൾക്കാം. ഈ സ്മാരകത്തിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള 44 മീറ്റർ ഉയരമുള്ള രണ്ടായി പിളർന്ന രീതിയിലുള്ള കൂർത്ത തൂൺ അർമേനിയൻ ജനതയുടെ അതിജീവനത്തെയും ശക്തിയെയും കാണിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ചെറുതും മറ്റൊന്ന് വലുതുമാണ്. ഇത് ചരിത്രപരമായ അർമേനിയയും ഇന്നത്തെ സ്വതന്ത്ര അർമേനിയയാണ് സൂചിപ്പിക്കുന്നത്. ആ മൂകാന്തരീക്ഷത്തിൽ നിന്നും ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് വന്നു. ഞങ്ങളുടെ ടീമിന് അനുവദിച്ചിരുന്ന ടൈം പൂർണ്ണമായി. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകണം. തുടരും.